നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ കോപ്പ ഡെൽ റേയിൽ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്താൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. 2-നെതിരെ 4 ഗോളുകൾക്കായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത്. ഇതോടുകൂടി റയൽ മാഡ്രിഡ് കോപ്പ ഡെൽ റേയിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ഈ സീസണിലും അവർക്ക് ട്രിപ്പിൾ കിരീട നേട്ടം സ്വന്തമാക്കാൻ കഴിയില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അതായത് വിനീഷ്യസ് ജൂനിയർക്കെതിരെ ഒരിക്കൽ കൂടി അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകർ വംശീയമായ അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. വിനീഷ്യസ് നീയൊരു കുരങ്ങനാണ് എന്നാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകർ കൂട്ടമായി കൊണ്ട് ചാൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയ വിവാദമായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല അത്ലറ്റിക്കോ ആരാധകർ താരത്തിനെതിരെ വംശീയമായ അധിക്ഷേപം നടത്തുന്നത്. ഇതിനു മുൻപും വളരെ മോശമായ രീതിയിൽ ഈ ബ്രസീലിയൻ താരത്തെ അത്ലറ്റിക്കോ ആരാധകർ അധിക്ഷേപിച്ചിട്ടുണ്ട്. ലാലിഗ മുൻപ് നടപടികൾ കൈക്കൊണ്ടിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ബസ് മത്സരത്തിന് വേണ്ടി പ്രവേശിക്കുന്ന സമയത്തും അവിടെ അതിക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ജേർണലിസ്റ്റിന്റെ തലക്ക് ഇതിനിടയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്തയാക്കി കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിൽ തിളങ്ങാൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല മത്സരത്തിന് ശേഷം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അർജന്റീൻ പരിശീലകനായ ഡിയഗോ സിമിയോണിയുമായി അദ്ദേഹം സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഇതേ സ്കോറിന് പരാജയപ്പെടുത്തിക്കൊണ്ട് പുറത്താക്കാൻ റയലിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ഇതേ സ്കോറിന് വിജയിച്ചുകൊണ്ട് പ്രതികാരം തീർക്കാൻ ഇപ്പോൾ അത്ലറ്റിക്കോക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.